Hi everybody, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Athiradi. Let's watch it. Let's watch it. Semester break. How long? Okay, his brother वही जिसने गेट खोला था ना. ചേട്ടാ നീ എന്താ വിളിക്കാതെ വിളിച്ചിട്ട് കിട്ടിയില്ല. നമ്പർ മാറിയത്. ബാഗ് ചേട്ടൻ ഇനി എന്നാ വീട്ടിലേക്ക് വരുന്നേ? വരാം. ക്ലാസ് എങ്ങനെ ഉണ്ടാ? വിചാരിച്ചത്ര എളുപ്പമല്ല ചേട്ടാ സെറ്റാവാൻ. എന്ന് വെച്ചാ അല്ല, മൊത്തത്തിൽ ഈ ഗ്രാഫിക്സ് ഒക്കെ മാനേജ്മെന്റിലായിട്ട് ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട്. കോളേജിന്റെ ഗ്രൂപ്പുകളൊക്കെ പിള്ളേരിനെ നാളെ പ്രാക്കാണല്ലോടാ. നീ കണ്ട അത് സീനിയേഴ്സും മണ്ടന്മാരുടെ ഓരോ വ്യാളിത്തരങ്ങളല്ലേ ചേട്ടാ. അവരെ കുറ്റം പറയാൻ പറ്റില്ലടാ. അന്ന് എനിക്ക് ചെയ്യാമായിരുന്ന 1000 പ്രോബിലിറ്റികൾ ഞാനിങ്ങനെ ആലോചിച്ചതാ. പക്ഷെ കൃത്യം അതങ്ങനല്ലേ വരൂ. അത് മനസ്സിലാവണേ പറയുന്നേ. അത് വിട്ടേക്ക് ചേട്ടാ, നമ്മളത് കുറെ സംസാരിച്ചല്ലേ. ശരിയാ. स्टोरी कितना हैवी रहेगा ना यार. वो सोचर का मेरे से 3 लोग मर गए. ऊपर से वो एक से प्यार भी तो करता था. ജോലി സ്ഥലത്ത് ബൈക്കവിടെ ഇരിക്കുന്നതാ. ഞാൻ എടുത്തിട്ട് വരാം. നീ കിടന്നോ, പോയിട്ട് വരാം. ചേട്ടാ പോണ്ട. എൻ്റെ കോളേജിൽ നിന്ന് എനിക്കല്ല പണി കിട്ടുന്നുണ്ടല്ലേ? ഇല്ല ചേട്ടാ. സോറിടാ. ചേട്ടൻ കാരണം അല്ലല്ലോ. അത് പിള്ളേർ പരിപാടി കണ്ടോട്ടോ എന്ന് വിചാരിച്ചിട്ടാണ്. ചേട്ടാ അവിടെ ഇരി. अभी भी बेचारा कितने എല്ലാം പോയി ഓടും. ചേട്ടാ മനുഷ്യന്മാരുടെ ജീവിതം ജീവിക്കുന്നത് ലൈഫ് എന്തെങ്കിലും ഉപ്പിട്ട് അടിക്കാം. കരയില്ല. എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. बुरा लगता है यार. നീ ഭയങ്കരനാണോടാ താങ്കൂട്ട. കരയാൻ പറ്റാണ്ടിരിക്കുന്നു. താങ്ക്സ്. अरे रे. ഫെസ്റ്റ് തോന്നിയില്ലല്ലേ? अभी लगता है मेरे को ये कराएगा फेस्ट. ആ പരശു, ഇത്തവണ ഫെസ്റ്റ് നമുക്ക് എന്തായാലും നടത്തണം. തമാശയല്ല, സീരിയസ്. ചേട്ടന്റെ ബാച്ചിലുള്ള എല്ലാവരും നമുക്ക് കൊണ്ടുവരണം. कैसे कराएगा now the അറിയാമയ്യ, അത്ര തൊലിഞ്ഞ കോളേജൊന്നും അല്ലായിരുന്നു. CET-കാർക്ക് ധ്വനിയുണ്ട്, NIT-കാർക്ക് രാഗമുണ്ട്, IIT-കാർക്ക് സാരമുണ്ട്. അതുപോലെ നമ്മുടെ കോളേജിൽ കട്ടക്ക് നിൽക്കുന്ന ഒരു ഫെസ്റ്റ് നമുക്കും ഉണ്ടായിരുന്നു, ആരോഗൺ ഫെസ്റ്റ്. ഈ കോളേജിന്റെ ഫേസ് ആയിരുന്നു ആരോഗൺ. ഇവിടുത്തെ കുട്ടികളുടെ വികാരമായിരുന്നു ആരോഗൺ ഫെസ്റ്റ്. ഈ ഫെസ്റ്റ് നടന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ലെങ്കിൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. വിത്ത് അറ്റൻഡൻസ്, ക്ലാസ് കട്ട് ചെയ്യാം, സ്പോൺസേഴ്സിനെ പിടിക്കാൻ കറങ്ങി നടക്കാം. അത് മാത്രമല്ല മറ്റുള്ള കോളേജസിലുള്ള കുട്ടികൾ നമ്മുടെ കോളേജിലേക്ക് വരും. LBS, സെന്റ് തെരേസാസ് പോലുള്ള വിമൻസ് കോളേജിലെ കുട്ടികളും ഉണ്ടാവും.
ആരോൺ ഫെസ്റ്റ് നടത്തി ലൈൻ സെറ്റ് ആയ എത്രയോ ദമ്പതിമാർ നമ്മുടെ കോളേജിൽ ഉണ്ടായിരുന്നു അറിയാമോ? ഫെസ്റ്റ് നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ സാങ്ഷൻ കിട്ടണ്ടേ? കിട്ടണം. കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവരെ നമ്മൾ സമരം ചെയ്യും. നീയാണോ സമരം ചെയ്യാൻ പോകുന്നത്? ഗൈസ്, ക്യാൻറ്റീനിൽ പുതിയ ക്രീം ബൺ വന്നിട്ടുണ്ട്. Come on, it's my treat. Come. ये बहुत शाना है. ये भी हार नहीं मानेगा लेकिन. എടാ സാംകുട്ടി അവ ഇതുവരെ ഇത് വിട്ടില്ലേ? നോ വേ. ഏത് അലവലാതിയാ ഇത്? സാധ്യ കൃഷ്ണ, റിക്വസ്റ്റ് ഫോർ ആരോ. ഓക്കെ സാർ, ഞാൻ വരാം. ഓക്കെ. ആരാടാ? കോളേജിൽ നിന്ന് വിളിച്ചതാ. ആ, ശ്യാംകുട്ടൻ പോയി ബിഷപ്പിന് കുർബാന സമയത്ത് ആരോൺ ഫെസ്റ്റ് നടത്താനുള്ള റിക്വസ്റ്റ് കൊടുത്തു. ഇത് എന്റെ തിരുശരീരവും തിരുരക്തവുമാവുന്നു. ആമീൻ. താങ്ക്സ്. വല്ലാത്തൊരു ചെറുക്കൻ തന്നെ. ചേട്ടന്റെ മോനായതുകൊണ്ട് പറയാ കേട്ടാ. സാംകുട്ടൻ എനിക്ക് എപ്പോഴും ഒരു അത്ഭുത. അവന്റെ ആ ഒരു മുടിയും സ്റ്റൈലും മൊത്തത്തില് നടപ്പും. അതെ, അവനെ തന്നെ നല്ല മതിപ്പേട്ടാ. അവനൊരു പ്രതിഭാസം തന്നെ. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി. പ്രതിഭാസം അവന്റെ പ്രതിഭാസമില്ലെന്ന് തോന്നുന്നു. അല്ലാതെ ഇവനാണോ ഫെസ്റ്റ് നടത്താൻ പോകുന്നത്? ആ, എന്തായാലും ഞാൻ അവന്റെ ഫാനാ. എന്ത് ഫാൻ? എടാ, നീ ആ കോളേജ് ഗ്രൗണ്ടിൽ കിടക്കുന്ന പഴയ ബസ് കണ്ടിട്ടുണ്ടോ? കാണാനൊക്കെ നല്ല രസമാണ്, പിള്ളേരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. പക്ഷെ എന്താ, എഞ്ചിനില്ല. അതുപോലെ തന്നെ അവനും. ഈ കാണിക്കുന്ന ഒച്ചപ്പാടും ക്രൈസ്തവനും ഡയലോഗൊക്കെ ഉള്ളൂ, എഞ്ചിനില്ല. അല്ല, എഞ്ചിൻ എന്നുള്ളത് ഇപ്പൊ മാറിയല്ലോ. ഒക്കെ ഇവി ആയതുകൊണ്ടേ ഇലക്ട്രിക് വെഹിക്കിളോ? ഞാൻ പറയുന്നത് അവൻ എഞ്ചിനില്ല. ഞാനേ ഫാൻ ഒന്ന് നന്നാക്കാൻ വന്നതാ. മോന് സുഖമല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കേട്ടിട്ടുണ്ടാവും? കേട്ട് കുഴപ്പമൊന്നുമില്ല. ഒരു സോറി പറഞ്ഞാൽ മതി. സോറി പറഞ്ഞാൽ തീരാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. പോലല്ലേ പറയാം. പറഞ്ഞോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ലേ? Okay. Ball change. फाइनल ईयर में अभी हो. പ്രിയപ്പെട്ട വിൽസണങ്ങൾ. അളിയ, ഇന്ന് വരുന്ന കമ്പനി മാത്രമേ സപ്ലൈ ഉള്ളവർ എടുക്കത്തുള്ളൂ. നീ വരുന്നില്ലേ? അതേതെങ്കിലും അവയവ കടത്ത് കമ്പനി ആയിരിക്കും. നീ എന്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഇത് ആരോഹണിന് വേണ്ടിയുള്ള ഒരു ഐറ്റമാണ് അളിയ. നിനക്ക് മതിയായില്ലേ? പുറകെ നടന്ന സ്വാതിയുടെ രണ്ടാമത്തെ ബ്രേക്കപ്പ് വരെ കഴിഞ്ഞു. ലോകം ഒരുപാട് മുമ്പോട്ട് പോയാളിയാ. നീ മാത്രം ഇങ്ങനെ കത്ത് എഴുതി കോൺക്രീറ്റ് പെറ്റിഷു ആയിട്ട് നടക്കുന്നു. വാട്സാപ്പ് ചാറ്റ് പ്രിന്റ് എടുത്ത് വെച്ചേക്കുന്നു. ചേട്ടാ നോർ പ്ലേ, ചേട്ടാ നോർ പ്ലേ, ചേട്ടാ നോർ ശ്രീനിവാസന. നല്ല മോനെ, ഞാൻ ഇതുവരെ ചെയ്ത പ്ലാനുകളിൽ ഒരു കാര്യം മാത്രം ലാക്കിംഗ് ആയിരുന്നു. ഇമോഷൻ. പക്ഷേ ഇത്തവണ നമുക്ക് സാക്ഷ്യം കിട്ടിയിരിക്കും. കാരണം എന്റെ പ്ലാനിലെ മെയിൻ നീയാണോ? ആ കാറിൽ നിന്ന് ഇറങ്ങുന്ന ആള് മെറിൻ ചേച്ചിയുടെ അച്ഛൻ. അല്ല, ഇവരൊക്കെ എന്താ ഇവിടെ? മേഡം, ഇതിപ്പോ ഒരു 5 വർഷം കഴിഞ്ഞില്ലേ? അത് ഇവിടുത്തെ കുട്ടികളുടെ ഫസ്റ്റ് അല്ലേ? അത് റീസ്റ്റാർട്ട് ചെയ്യണമെന്നാ ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. ആ ഓഡിറ്റോറിയം തുറന്നു പരിപാടികൾ നടത്താം മാഡം. അത് പിന്നെ ഞാൻ അല്ല, എന്താന്ന് വെച്ചാലേ ഇവിടുത്തെ പിള്ളേർക്ക് ഈ ഫെസ്റ്റ് നടത്തണം നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അത് നടക്കാത്തിടത്തോളം ഞങ്ങളുടെ മക്കൾക്ക് അതിന്റെ പഴി വരുന്നത്. അതെ, അത് ഞങ്ങളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടാണ്. മാഡം
ഇത് കണ്ടോ, ഇവിടുത്തെ കുട്ടികൾ ഞങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് അയച്ച നിവേദനങ്ങളാ. ദിവസവും 10-15 പേരാ വരുന്നത്. ഫോൺ കോൾസ് വേറെ. ഒരു പരിധിയില്ലേ മാം എല്ലാത്തിനും? അല്ല, കുറച്ച് പിള്ളേർക്ക് താല്പര്യം കാണും. സാർ ഇന്നെന്റെ ബർത്ത്ഡേ. എത്ര ദിവസത്തെ എന്താ പ്രശ്നം? എന്റെ ഫ്രണ്ട് പരശു, അതെ പ്രശാന്ത്, ഈ കോളേജ് വിട്ട് ഇവിടുന്ന് പോവാണെന്നാണ് പറയുന്നത് മാഡം. എന്താ കാര്യം? ഈ കോളേജിൽ ഫെസ്റ്റും ഒരു എന്റർടൈൻമെന്റും ഇല്ലെന്നാണ് അവൻ പറയുന്ന റീസൺ. ഓക്കെ അപ്പൊ പ്രശ്നം കഴിഞ്ഞല്ലോ. പ്രശാന്തിന് എന്താ താല്പര്യമെങ്കില് അതങ്ങനെ പറയട്ടെ മാഡം. പക്ഷെ എന്താണ് അവനെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത്? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഞങ്ങൾ പഠിച്ചിറങ്ങുന്ന ഈ ആരോൺ ബസ് ഒന്ന് കണ്ടാണുള്ളത് മാഡം. പിന്നെ മാഡം, കഴിഞ്ഞ നാക് അക്രഡിറ്റേഷൻ സമയത്ത് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് മിസ്സായി. ബിക്കോസ് വി ഡിഡ്ന്റ് ഹാവ് മാഡത്തിന്റെ കരിയർ മാറും. മാഡം എന്നൊരു നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. ഏതൊരു ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഫെസ്റ്റ് നമുക്ക് നടത്തണം മാഡം. करवा के ही रहेगा ഈ ഫെസ്റ്റ് നമ്മളെ വിട്ടു ഒരുക്കി പോയ ചിത്ര ചേച്ചി, ചൈത്ര ചേച്ചി, മെറിൻ ചേച്ചി, അഖിലേട്ടൻ ഇവർക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം മാഡം. ഈ ഫെസ്റ്റ് നടന്നാൽ സ്വർഗത്തിലിരുന്ന് അവര് സന്തോഷിക്കുന്നുണ്ടോ മാഡം? സോറി, ഞാൻ കുറച്ച് ഇമോഷണൽ സോറി ഗൈസ്, സോറി. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഓൾ ദി ബെസ്റ്റ്. കണ്ട പിന്നെ ഫെസ്റ്റിന്റെ കൂടെ അന്ന് പ്രകാശനം ചെയ്യാൻ പറ്റാത്ത മെറിൻ ചേച്ചിയുടെ മാഗസിനും കൂടെ പ്രകാശനം ചെയ്യണമെന്ന് ഒരു പ്ലാൻ ഉണ്ട് ഇവിടെ സ്റ്റുഡൻസിന്. പിന്നെ അങ്കിൾ സോറി. ഒന്നുമില്ല, വെറുതെ പ്രിൻസിപ്പലിന്റെ കൂടെ ഞാൻ ചുമ്മാ. ശരി. अब देखना है फेस्ट होगा कि This is FI frequency resonance injector. ഇത് ഉപയോഗിച്ച് നമുക്ക് ഏത് സിസ്റ്റത്തിന്റെ ബ്രെയിൻ ട്രിപ്പ് ചെയ്യാൻ പറ്റും. മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു സിസ്റ്റം അല്ലേ ഇത്? അതിന് എന്തിനാ നിങ്ങൾ സേഫ്റ്റി ഗ്ലാസ് ലൈറ്റ് സൈഡിലേക്ക് ഹൈ സ്പീഡിലാണ് വരാൻ പോകുന്നത്. ദൈവത്തോടെ സാറ് നിന്ന് നിപ്പിൽ സ്ലാബായി പോകും. ആരുടെ कान तो नहीं आया। मुझे लग रहा है उड़ के जाने वाला था, गया नहीं है। ഇതിനകത്ത് വെറ്റി പാക്കൂട്ടാണ് ആരെയായിരിക്കും സാർ? അത് ഇൻസ്റ്റന്റ് കോഫി പോലെ ഇൻസ്റ്റന്റ് കോൺക്രീറ്റ് ആണ്. ബീറ്റ വെർഷൻ ആണല്ലോ. ഫുൾ വെർഷൻ വന്നു കഴിഞ്ഞാൽ അണ്ടർ വാട്ടറിൽ വരെ ബ്ലോക്കറ്റ് അടിക്കാൻ പറ്റും. ഓരോന്ന് രാവിലെ കുറ്റി എന്റെ സാമ്പുട്ടി എവിടെ തിരക്കുന്നറിയോ? എടാ ഞാൻ അറിയാൻ നീ അറിഞ്ഞ ഞെട്ടു. ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് ഉണ്ട്. അതിനു മുൻപ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. BCT കോളേജ് അക്കാദമിക്സ് തന്നെയാണ് ഇപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ഒരുപാട് നാളത്തെ ചർച്ചകൾക്ക് റിവ്യൂ മീറ്റിംഗ്സിന് ശേഷം സോ ഇറ്റ് ഈസ് മൈ ഇമെൻസ് പ്ലഷർ ടു അനൗൺസ് the marriage we have finally approved कर दिया। ഈ കാര്യം പറയാൻ നിന്റെ അടുത്തുണ്ട്. ആറോൺ ബസിന്റെ കണ്ണീർ നീ തന്നെയാ. നിനക്ക് നിൽക്കുന്ന ഒരു കോൺക്രീറ്റ് ചോറി. कॉन्क्रीट ओके അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഫസ്റ്റ് അപ്രൂവ് ആയിരിക്കുകയാണ്. അതിന്റെ ഇനീഷ്യൽ മീറ്റിംഗ് ആയി നടക്കാൻ പോകുന്നത്. മാനേജ്മെന്റ് നല്ലൊരു സ്കെയിലാണ് ആരോഗ്യ ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ ആരോഗ്യ ഫെസ്റ്റിനെ കുറിച്ച്
പറയുമ്പോൾ അനന്തപുരിയുടെ പാരായണമാണ്. ഞാൻ വിട്ടു പോകും സാർ. ഇത് BTS അപ്പൊ നമ്മുടെ ഫെസ്റ്റ് സ്ഥിതിക്ക് ആരാ നമ്മുടെ കൺവീനർ? कोई ना कोई आएगा ഫൈനലി എന്റെ ഒരുപാട് നാളത്തെ എഫേർട്ട് ആൻഡ് റിസൾട്ട്സ് കണ്ടിരിക്കുകയാണ്. എത്ര മീറ്റിംഗ്സ്, മെമ്മറാൻഡംസ്, ലെറ്റേഴ്സ്, അങ്ങനെ നമ്മുടെ ഫെസ്റ്റ് സാങ്ഷൻ ആയിരിക്കുകയാണ്. താങ്ക് ഗോഡ്. നമ്മുടെ കുട്ടികളൊക്കെ വലിയ ത്രില്ലാണ്. പേഴ്സണലി ഞാൻ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. അപ്പോ വില്ലിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ മാത്രമേ നിങ്ങൾ ക്യാഷ് കളക്ട് ചെയ്യാൻ പാടുള്ളൂ. സ്വാതി മെയിൻ കൺവീനർ ആവട്ടെ. വിവി UUC റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ഉണ്ടല്ലോ കൂടെ. ഓക്കെ ഓക്കെ സർ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനിയുള്ളത് അയ്യോ bad luck. Actually, what he tried. അളിയ അവരുടെ മാനസിന്റെ ചേട്ടൻ ഈ ഫെസ്റ്റിന് വേണ്ടി സ്വന്തം പണം പോലും മാറ്റി വെച്ച് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട സാൻകുട്ടിയാണ്. ഇവരെ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ എടുക്കണം. ഇത് കണ്ടോ, പ്രോ ഷോയ്ക്ക് വേണ്ടി വിനീത് ശ്രീനിവാസനെ ഇവർ ഓൾറെഡി കോൺടാക്ട് ചെയ്തതിന്റെ പ്രൂഫാണിത്. That's not possible, man. ഇവന് 10 റിസൾട്ട് സപ്ലൈ ഉണ്ട്. എൻവയറൺമെന്റൽ സയൻസിന് വരെ സപ്ലൈ ഉണ്ട്. ഷെയിംഫുൾ. ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി 2 ലൈൻ എഴുതാൻ പറഞ്ഞാൽ പറ്റാത്ത ഇവരെ കൊണ്ട് എങ്ങനെയാണ് ഒരു ഫെസ്റ്റ് ഹാൻഡിൽ? We know climate change is real. പിന്നെ ചുമ്മാ ക്ലെയിം பண்ணி കളിച്ചാൽ ഈ ഫെസ്റ്റ് വേണ്ടി എന്തോ ചെയ്തത്? തങ്കാരി വേണോ? എനിക്ക് കോൾഡ് ആയിരുന്നു. മേഡം ഈ കാർ 3-4 വർഷം ഓഫീസിൽ മുന്നിൽ പോയിട്ടില്ല. ഈ ചെറുക്കായി കോളേജിന്റെ മുകളിൽ അടുത്ത് ചടയുണ്ടല്ലോ നമ്മളെ ആ ചാടും മാഡം ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ പ്ലീസ്. മാം, ആക്ച്വലി ആരോൺ ഫെസ്റ്റിന്റെ കൺവീനർ ആവാൻ ഏറ്റവും യോഗ്യൻ സാൻകുട്ടി തന്നെയാണ്. കാരണം ഇത്രയും ഫെസ്റ്റിന്റെ പിറകെ നടന്ന വേറെ ആളില്ല. അതെനിക്കറിയാം. പിന്നെ ബിക്കോസ് ദിസ് നമ്മൾ അവന്റെ പേര് ഫെസ്റ്റ് മാൻ തന്നെ ആക്കി അല്ലേ? साइड ले रही है ना इज गॉन ना പിന്നെ സപ്ലൈ അപ്പൊ സാൻകുട്ടിയുടെ ഫെസ്റ്റ് എവിടെയായിരുന്നു? കാര്യമുണ്ടോ? അതുകൊണ്ട് സാൻകുട്ടി എങ്ങനെയെങ്കിലും കമ്മിറ്റി കേട്ടണം മാം. കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ഇവന്റ് ഹെഡ് സ്വാതി, മീഡിയ ഹെഡ് എലിസബത്ത്, ഡിസിപ്ലിൻ കമ്മിറ്റി ഹെഡ് ജിബി, പതിപോലെ അമ്മമാരെ ഡിസിപ്ലിൻ കമ്മിറ്റി, പിന്നെ കരഞ്ഞു മെഴുകി ഇമോഷണൽ വൈൽഡ് കാർഡിലൂടെ കയറിയ സാൻകുട്ടിയാണ് നമ്മുടെ വിനീത് ശ്രീനിവാസനോട് സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് ഇയർ ആണ്. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ആക്ച്വലി ഞാനൊരു ഹിഡൻ ജമ്പാണ്. Actually, I'm happy for you, Sankti. താൻ ടെസ്റ്റിന് വേണ്ടി കഷ്ടപ്പെട്ടതോടെ എല്ലാവർക്കും അറിയുന്ന കാര്യം. You really deserve it. നമ്മൾ തമ്മിലെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഞാനൊക്കെയാണ്. പിന്നെ സാൻകുട്ടി അല്ലേ അന്ന് പ്രപ്പോസ് ചെയ്തിട്ട് ആവാടി പോയത്. പിന്നെ
അത് പിന്നെ അത് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ബിസി. പിന്നെ അതൊരു ചെറിയ പ്രായത്തിൽ തോന്നിയ ഇപ്പൊ ഇല്ല കേട്ടോ. ചെറിയോ? എന്റെ ഫ്രണ്ട്സ് പറയുന്ന സാനിറ്ററി ഡാമത്തെ പ്രപ്പോസൽ റിസർച്ച് പേപ്പർ ആക്കണം. മീൻവെൽ സ്വാതി നേവിയിൽ ഏതോ ഒരു പയ്യനായിട്ട് എന്തോ റിലേഷൻഷിപ്പിൽ എന്തോ ആയിരുന്നു അല്ലേ? അതത്ര വർക്കായില്ല. ഫെസ്റ്റ് നടത്താൻ പോവാണ്. അതൊരു സീരിയസ് കാര്യമാണ്, വലിയ ടാസ്ക് ആണ്. സോ നോ മോർ കുട്ടികൾ. ഓക്കെ? യെസ് ഓഫ് കോഴ്സ് സ്വാതി. ഇറ്റ്സ് എ സിമ്പിൾ ക്രൈസിസ്. പിന്നെ സ്വാതി എനിക്ക് ശരിക്കും കോളായിരുന്നു കേട്ടോ. ബേസിക്കലി എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും കരയുന്ന ഒരാളല്ല ഞാൻ. അറിയില്ല വിഷമം വരുമ്പോ കരയുന്ന നമ്മളെ ഹോട്ടല്. ഓക്കെ? ഹാർട്ട് But at last it worked. Yeah, approval मिल गया. But I feel bad for his brother. Like he's still taking it hard. It was an honest mistake. He had no idea. No idea, absolutely. Yeah. But you know, even I like the game he played. Like उनके parents को बुलाया, बहुत भारी था. चॉकलेट के बहाने वो गया, and actually he did that hard work. He deserved it, of course. And that guy, he was taking फुकट का credit. बन क्रीम खा जाके. Absolutely, यार. I believe like हमेशा अल्फा मेल बनता है ना, इसकी बजेगी बात. उसकी बजेगी मुझे. ये मार खाने वाला मेरे को लगता है. Let's see, but this is going nice. Now it's fest time. Let's see. I hope this time it goes nice. But he's also planning to call everyone from his brother batch also. book भी देने वाला है. Magazine launch करने वाला है. That was supposed to be launched. Let's see. Let's see what's gonna happen. Gonna happen, yaar. Meanwhile, take care. Bye bye.